ദയയും നല്ല മനസ്സും ഒരിക്കലും പാഴാകില്ല. ഒരു ചെറിയ നന്മ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാം. ലോകത്തിൽ രണ്ടു തരം പൗരന്മാരുണ്ടെന്ന് പറയുന്നു, പാവങ്ങൾ, വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവരും. എങ്കിലും ഇതിലെ ജീൻ വാൽജീന്റെയും ബിഷപ്പിന്റെയും കഥ പറയാം. ഒരിക്കൽ ജീൻ വാൽജീൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. വളരെ കാലം ജയിലിൽ കഴിഞ്ഞ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആരും അവനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഭക്ഷണം ചോദിച്ചാൽ ആളുകൾ അവനെ തള്ളിക്കളയാൻ തുടങ്ങി. രാത്രി ഉറങ്ങാൻ പോലും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വിശന്നും തളർന്നു നടന്ന ജീൻ വാൽജീൻ ഡീൻ എന്ന പട്ടണത്തിലെത്തി. അവിടെ ഒരു ബിഷപ്പുണ്ടായിരുന്നു. ബിഷപ്പിന്റെ വീട്ടിൽ ജീൻ വാൽജീൻ പ്രവേശിക്കുന്നു. ബിഷപ്പ് ജീൻ വാൽജീന് ചൂടുള്ള ഭക്ഷണം കൊടുത്തു. ഉറങ്ങാൻ ഒരു കിടക്കയും ഒരുക്കി. രാത്രിയിൽ ജീൻ വാൽജീൻ തെറ്റ് ചെയ്തു. ബിഷപ്പ് നൽകിയ സ്നേഹത്തേക്കാൾ തന്റെ പഴയ ഭയവും ദാരിദ്ര്യവും ശക്തമെന്ന് കരുതി അവൻ വെള്ളിപ്പാത്രങ്ങൾ ഒളിപ്പിച്ച് എടുത്തു ഓടി. പക്ഷെ രാവിലെ പോലീസ് അവനെ പിടിച്ച് ബിഷപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ബിഷപ്പിനോട് അവർ ചോദിച്ചു, ഇവൻ നിങ്ങളുടെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചു അല്ലേ? എന്നാൽ ബിഷപ്പ് ചിരിച്ചു പറഞ്ഞു, അല്ല, ഞാൻ തന്നെയാണ് ഇതെല്ലാം അവന് കൊടുത്തത്. പിന്നെ മെഴുകുതിരി സ്റ്റാൻഡുകൾ എടുത്തില്ലല്ലോ മകനെ. ബിഷപ്പ് ഏറ്റവും വിലയേറിയ വെള്ളി മെഴുകുതിരി സ്റ്റാൻഡുകളും വാൽജീന് നൽകി. പോലീസ് അത്ഭുതപ്പെട്ട് വാൽജീനെ വിട്ടുപോയി. വാൽജീന്റെ ജീവിതം മാറുന്നു. ബിഷപ്പിന്റെ സ്നേഹവും ദയയും വാൽജീനെ വളരെയേറെ സ്പർശിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ നല്ല മനുഷ്യനാകും. അന്നു മുതൽ അദ്ദേഹം എല്ലാവർക്കും സഹായം ചെയ്യുന്ന നല്ല മനസ്സുള്ള മനുഷ്യനായി മാറി. ഈ കാരുണ്യം വാൽജീന്റെ മനസ്സിനെ അതിപ്രബലമായി ഉടക്കി. അവന്റെ ഉള്ളിലുണ്ടായ കഠിനതയും കോപവും ഒരുമിച്ച് തകരുന്നു. ഈ ഒരു കാരുണ്യ നിമിഷം തന്നെയാണ് ലേ മിസറബിൾസ് എന്ന കഥയുടെ അടിസ്ഥാനം. ഒരു മനുഷ്യനെ മുഴുവനായി മാറ്റിയ നിമിഷം.